കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ ദുരന്തം അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും അടിയന്തര സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ജൂൺ 27 രാവിലെ 11 മണിയോടെ 14-ാം വാർഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ ശൗചാലയ ഭാഗം ഇടിഞ്ഞു വീണതാണ് ഈ ദാരുണ സംഭവത്തിന് ഇടയാക്കിയത്. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന സ്ത്രീയാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ഒരു കുട്ടിയടക്കം 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവം ഒരു കെട്ടിടം ഇടിഞ്ഞു വീണതിലുപരി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിലെ അലംഭാവവും ഉത്തരവാദിത്തമില്ലായ്മയും വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡ് കെട്ടിടത്തിന്റെ ശൗചാലയം ഭാഗം തകർന്നു വീണ ഉടൻ തന്നെ പ്രാഥമികമായി ആരും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടില്ലെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിയത്. ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയായി. അപകട വിവരം അറിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി VN വാസവനും അതിവേഗം സംഭവസ്ഥലത്തെത്തി. എന്നാൽ ഇരുവരും മാധ്യമങ്ങളോട് സംസാരിക്കവേ തകർന്നു വീണത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നും വാർഡ് തൊട്ടപ്പുറത്താണെന്നും സാധനങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് തകർന്നതെന്നും ആവർത്തിച്ചു. പുതിയ കെട്ടിടം പണിതു കഴിഞ്ഞെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയതുകൊണ്ടാണ് 3 പേർക്ക് പരിക്കേറ്റതെന്നുമാണ് മന്ത്രിമാർ പറഞ്ഞത്. ഈ പ്രസ്താവനകൾ പൊതുജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പവും രോഷവും ഉണ്ടാക്കി. കാരണം അപകടം നടന്ന ഏകദേശം 2.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കാര്യക്ഷമമായി പരിശോധിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഈ കാലതാമസം ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബിന്ദുവിന്റെ മകൾ തന്റെ അമ്മയെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും പരാതിപ്പെട്ടതോടെയാണ് കാര്യങ്ങളുടെ ഗതി മാറിയത്. ഈ പരാതിയെ തുടർന്ന് JCB ഉപയോഗിച്ച് അഗ്നിരക്ഷാസേനയും പോലീസും വിശദമായ തിരച്ചിൽ ആരംഭിച്ചു. 1 മണിയോടെയാണ് ബിന്ദുവിനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുക്കാൻ സാധിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം നടന്നത് രാവിലെ 11 മണിക്ക്. ബിന്ദുവിനെ പുറത്തെടുക്കാൻ സാധിച്ചത് ഉച്ചയ്ക്ക് 1 മണിയോടെ. അതായത് ഏകദേശം 2.5 മണിക്കൂറോളം അവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നു. മന്ത്രിമാർ സ്ഥലത്തെത്തിയിട്ടും ആരും കുടുങ്ങിയിട്ടില്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ ഉറച്ചു നിന്നത് വലിയ വീഴ്ചയാണ്. മനുഷ്യജീവന് പ്രാധാന്യം നൽകാതെ തങ്ങൾക്കൊരു പോറലേൽക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ നടത്തിയ ഈ ഒളിച്ചുകളി വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നു. തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനായി ആളുകൾ ഇവിടെ വരാറുണ്ടെന്നുമാണ് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ വെളിപ്പെടുത്തിയത്. ഇത് മന്ത്രിമാർ പറഞ്ഞ ഉപയോഗിക്കാത്ത കെട്ടിടം എന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. ഒരു കെട്ടിടം ഉപയോഗയോഗ്യമല്ലെങ്കിൽ അത് ആളുകൾ പ്രവേശിക്കാത്ത രീതിയിൽ അടച്ചിടേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. ഇത് അനാസ്ഥയുടെ വ്യക്തമായ സൂചനയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നുവെന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ പോലും പഴയ കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും അപകടകരമായ ഭാഗങ്ങൾ അടച്ചിടേണ്ടതും അത്യാവശ്യമാണ്. ഈ മുൻകരുതലുകൾ എടുക്കുന്നതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു. രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസത്തെയും സർക്കാർ വാദങ്ങളെയും ചോദ്യം ചെയ്ത് ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നടന്നു. ആളൊഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്നും തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചത് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായെന്നും ചാണ്ടി ഉമ്മൻ ആരോപിച്ചു. അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായമായ ആശങ്കകളെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിന് പരിക്കേറ്റിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10-ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസ്യാമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന. പരിക്കുകൾ ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിനും ട്രോളി വന്നിടിച്ച് നിസ്സാര പരിക്കേറ്റു. 10, 11, 14 വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ തന്നെ ഒഴിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ പറയുന്നതനുസരിച്ച് 10-ാം വാർഡിനോട് ചേർന്നുള്ള 3 നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണത്. താഴത്തെ 2 ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ആളുകൾക്ക് പ്രവേശനമുള്ള ഒരു ഭാഗം പൂർണ്ണമായി ഉപയോഗത്തിലില്ലെങ്കിൽ പോലും അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. സംസ്ഥാനത്തെ പല സർക്കാർ കെട്ടിടങ്ങളുടെയും ശോച്യാവസ്ഥയും അറ്റകുറ്റപ്പണികളുടെ അഭാവവും ഇത് തുറന്നു കാട്ടുന്നുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. 1. കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റ്.
എല്ലാ സർക്കാർ കെട്ടിടങ്ങളുടെയും പ്രത്യേകിച്ചും പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ആശുപത്രികൾ പോലെയുള്ളവയുടെ ഘടനാപരമായ സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപകടകരമായ കെട്ടിടങ്ങൾ തിരിച്ചറിഞ്ഞ് അവ അടച്ചിടുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യണം. അതോടൊപ്പം അടിയന്തര പ്രതികരണ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തൽ. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിലും കാര്യക്ഷമമായും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആവശ്യമാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ മാത്രം ഊന്നി നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്നത് ഒഴിവാക്കണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയണം. അതോടൊപ്പം വിവരവിനിമയത്തിലെ സുതാര്യത. അപകടമുണ്ടാകുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ ശരിയായ വിവരങ്ങൾ മാത്രം പുറത്തുവിടാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം. ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും എപ്പോഴും പ്രാഥമിക പരിഗണന നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കെട്ടിടങ്ങൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ പോലും ജനങ്ങൾക്ക് അപകടകരമാകാത്ത രീതിയിൽ അവ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഈ ദുരന്തം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ബിന്ദുവിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാവണം. ഇനി ഒരിക്കലും ഇത്തരം അലംഭാവം കൊണ്ട് ഒരു ജീവൻ പൊലിയാൻ ഇടയാകരുത്. സർക്കാരും ബന്ധപ്പെട്ട അധികൃതരും ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്.